ഒട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ പറയുന്നത്. മഹീന്ദ്ര സൂപ്പർ ലീഗിൽ ഫോഴ്സ കൊച്ചിയെ പരാജയപ്പെടുത്തി കാലിക്കറ്റ് FC ചാമ്പ്യന്മാരായപ്പോൾ സമ്മാനദാന ചടങ്ങിൽ ഒരു ഫുട്ബോൾ താരത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ നീട്ടിയതേ ബേസിൽ ജോസഫിന് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് എയറിലായിരുന്നു. താരം അടുത്ത് നിന്ന് പൃഥ്വിരാജിനെ മാത്രം കൈ കൊടുത്ത് കടന്നുപോയപ്പോൾ ചമ്മി നിൽക്കുന്ന ബേസിലിന്റെ നിൽപ്പ് ട്രോളന്മാർക്ക് ആഘോഷമായി. ചമ്മി നിൽക്കുന്ന ബേസിലിന്റെ നിൽപ്പ് ട്രോളന്മാർക്ക് ആഘോഷമായി. അവരതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു സംഭവത്തോടാണ്. മുൻപൊരു സിനിമയുടെ പൂജാ ചടങ്ങിൽ പൂജാരി ആരതി നീട്ടിയപ്പോൾ തൊട്ടുവന്ദിക്കാൻ കൈനീട്ടി അതിനാവാതെ ചമ്മി നിന്ന ടൊവിനോയെ നോക്കി ചിരിച്ച ബേസിലിന് കിട്ടിയ മറുപടിയാണത്ര ഇത്. നാഷണൽ ലെവലിൽ പാരയായിട്ട് സഞ്ജു സാംസൺ ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കൂടി ഇട്ടപ്പോൾ ശുഭം. ഇതെല്ലാം നാട്ടുകാരെ മുഴുവൻ അറിയിച്ച ലേ സഞ്ജു എന്നും കമന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ജാട കാണിക്കുന്നുണ്ടില്ല, അവൻ ഫീൽഡെല്ലാം അകത്തിട്ടിരിക്കുന്നു. എന്നാൽ എല്ലാ അപമാനങ്ങൾക്കും മറുപടിയായി ബേസിലിന്റെ പോസ്റ്റ് എത്തി. കപ്പ് നേടിയ കാലിക്കറ്റ് FCയുടെ ബ്രാൻഡ് അംബാസിഡറായ ബേസിൽ വിജയത്തിന് ശേഷം വേദിയിലേക്ക് നടന്നു കയറുന്ന ഫോട്ടോയായിരുന്നു അത്. അതിന് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് കൈ കിട്ടിയില്ലെങ്കിലും കപ്പ് കിട്ടി ഗൈസ് എന്നാണ്. കമന്റ് ബോക്സിൽ ടൊവിനോയുടെ അഭിനന്ദനം. കൺഗ്രാറ്റ്സ് പയ്യ, നെക്സ്റ്റ് ടൈം കൈതരാൻ ഞാൻ വരാം വിത്ത് മലപ്പുറം MFC എന്ന് സഞ്ജുവും കമന്റ് ചെയ്തു. അതും പോരാനിട്ട് കമന്റ് ബോക്സ് മുഴുവനും ചമ്മി നിൽക്കുന്ന ബേസിലിന്റെ ജിഫ് ഇമേജ് കമന്റുകളുടെ അയ്യരുകളിയും.